അഭിഷേക മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വചനഭാഗത്ത് ദൈവഹിതത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവമക്കൾ കർത്തന്റെ സന്നിധിയിൽ ഒരുങ്ങണമെന്ന് കർത്താവ് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ 12-ന്റെ 1-ാം വചനത്തിൽ വിശ്വാസ ജീവിതത്തിന്റെ ഒന്നാമത്തെ പടി സമ്പൂർണമായ സമർപ്പണമാണ്. പഴയ നിയമ ആരാധനയിൽ യാഗം അർപ്പിക്കുന്നത് മൃഗങ്ങളെ ആയിരുന്നു. അത് ജീവന്റെ ഒരു അർപ്പണമായിട്ടായിരുന്നു അവർ ചെയ്തത്. അവിടെ ഒരു മരണം നടക്കുന്നു. ഓരോ മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി ഓരോ മൃഗത്തെ അർപ്പിക്കുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിലെ ക്രൂശുമരണം യേശു കർത്താവ് ഏറ്റെടുത്തത്, മരത്തിന്മേൽ തൂങ്ങിയവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തുവിന്റെ യാഗത്താൽ പൂർണ്ണമായിട്ടുള്ള ഒരു പാപമോചനം നമുക്ക് നേടിത്തരാൻ കർത്താവ് ഇടയാക്കി. അതുകൊണ്ട് ആ ബൈബിളിൽ നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് പുതിയ നിയമ യാഗത്തിന്റെ പ്രത്യേകതകളുണ്ട്. ഒന്ന്, അത് ബുദ്ധിയുള്ളതായിരിക്കണം. ബൈബിൾ ബുദ്ധിയുള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനൊക്കെയും ബുദ്ധിയുള്ള മനുഷ്യനായിരിക്കും. അന്നേരം ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് വചനം കേട്ട് അനുസരിച്ച് ചെയ്യുന്ന മനുഷ്യൻ. രണ്ടാമതായി ബുദ്ധിയുള്ളതിനെ കുറിച്ച് 10 കന്യകമാര് വിളക്കിൽ എണ്ണ കരുതിയ 5 പേരെ കുറിച്ച് പറയുന്നു ബുദ്ധിയുള്ള 5 കന്യകമാരെന്ന്. നേരം 1, വചനം അനുസരിക്കുന്നത്. 2, എണ്ണ കരുതുന്ന ഒരവസ്ഥ. അത് ദൈവത്തോടുള്ള സമർപ്പണവും കൂട്ടായ്മയും പരിശുദ്ധാത്മാവിലുള്ള ആത്മീയ അഭിഷേകവും ഒക്കെയാണ് ഈ ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. 2, അത് ജീവനുള്ളതായിരിക്കും. ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. യേശു പറഞ്ഞു, ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമായിരിക്കും. നേരെ കർത്താവിന്റെ വാക്കാണ് നമുക്ക് ജീവൻ തരുന്നത്. യേശു കർത്താവ് പറഞ്ഞ പാടെ മരിച്ച മനുഷ്യനും ജീവനുള്ളതായി തീർന്നു. അവന്റെ വാക്ക്, അവന്റെ വചനം, ഈ വചനത്തിന്റെ ശക്തിയാണ് മനുഷ്യ ഹൃദയത്തിന്റെ അകത്ത് വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കിയത്. അതുകൊണ്ടാണ് നമുക്ക് ജീവനുള്ള പുതുവഴി യേശു കർത്താവ് തുറന്നു തന്നത്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് യേശു നമ്മോട് പറഞ്ഞതും ഈ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. 3, വിശുദ്ധിയുള്ളതായിരിക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. പാപം ഒഴികെ നമ്മളെപ്പോലെ ആയിരുന്നു കർത്താവ്. നമ്മളും നമുക്ക് വേണ്ടി പാപങ്ങളെ വഹിച്ച് യാഗമായി തീർന്ന ക്രിസ്തുയേശു നമ്മോട് പറയുകയാണ്, നിങ്ങൾ എന്നെ പോലെ വിശുദ്ധരായിരിക്കണം. കാരണം എങ്ങനെയാണ് ഒരാൾക്ക് വിശുദ്ധി വരേണ്ടത്? കർത്താവിന്റെ വചനത്താലാണ് നമുക്ക് വിശുദ്ധീകരണം ഉണ്ടാകുന്നത്. വചനം എന്നെ ശുദ്ധീകരിക്കുന്നു. അത് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. നേരം വചനത്താൽ നമുക്ക് എന്തു വന്നു? ശുദ്ധീകരണം വന്നു. ശരീരങ്ങളെയാണ് അർപ്പിക്കേണ്ടത്. എങ്ങനെയാണ് യാഗം അർപ്പിക്കേണ്ടത്? നമ്മുടെ ശരീരത്തെ ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള ഒരു യാഗമായി അർപ്പിക്കണമെന്ന് യേശു കർത്താവ് നമ്മോട് പറയുക. നേരെ ശരീരം യാഗമാകണമെങ്കിൽ ശരീരത്തിലുള്ള സകലതും കർത്താവായ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു വേണം നമ്മൾ നമ്മളെ അർപ്പിച്ചു കൊടുക്കുവാൻ. അതുകൊണ്ടാ എബ്രായ ലേഖകൻ അവിടെ നമ്മോട് പറയുന്നത് അധരപരമെന്ന സ്തോത്രയാഗം
ഇടപെടാതെ അർപ്പിക്കണം. അതിനൊരു ഇടം കൊടുത്താൽ, പിശാചിന് ഇടം കൊടുത്താൽ അവൻ അതിൽ കയറി പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മൾ കർത്താവിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു വേണം എപ്പോഴും പ്രാർത്ഥനയോടും ആരാധനയോടും സ്തുതിയും സ്തോത്രത്തോടും കൂടെ നമ്മൾ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. വീണ്ടും അഞ്ചാമതായി, ദൈവത്തിന് പ്രസാദമായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമാകണം. നമ്മുടെ സംസാരം ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. നമ്മുടെ കൂട്ടായ്മ ദൈവപ്രസാദമുള്ളതായിരിക്കണം. നമ്മൾ ദൈവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ദൈവപ്രസാദമില്ലാത്തതൊന്നും എൻ്റെ വായിൽ നിന്ന് വരരുത്, എൻ്റെ ജീവിതത്തിൽ കടന്നു വരരുതെന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇതാ പ്രിയമുള്ളവരെ, ദൈവഹിതത്തെ തിരിച്ചറിയുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ദൈവഹിതം തിരിച്ചറിയുമ്പോൾ നമ്മളും ദൈവമായിട്ടുള്ള കൂട്ടായ്മ ജീവിതം അനുഗ്രഹമാകും. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവഹിതത്തെ എനിക്ക് തിരിച്ചറിയുവാൻ കർത്താവെ, ഇന്ന് എനിക്ക് നീ കൃപ തരണമേ, നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കാനുള്ള അഭിഷേകം തന്നെ എന്നെ നടത്തണം. യേശു എൻ്റെ മേലേക്ക് ശക്തിയെ പകരണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.